നല്ല മഴയുള്ളൊരു ദിവസം നോക്കിയാണ് മാങ്കുളത്തേക്ക് യാത്ര പുറപ്പെട്ടത്. നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് മൂവാറ്റുപുഴ, നേര്യമംഗലം, അടിമാലി ആ വഴിയാണ് പോകുന്നത്. നമ്മൾ ഈ ഹിൽ സ്റ്റേഷനിലേക്ക് കൂടുതലും ട്രിപ്പ് പോകുമ്പോൾ മഴക്കാലത്ത് പോകുന്നതാണ് നല്ലത്. അത്യാവശ്യം വാട്ടർഫോൾസിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. പിന്നെ പോകുന്ന വഴി എന്ന് പറയുന്നത് അതും ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മഴക്കാലത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ട്രിപ്പ് മഴക്കാലത്തേക്ക് പ്ലാൻ ചെയ്തത്. പോകുന്ന വഴിക്ക് നമ്മൾ തലക്കോട് എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടിമാലി ഭാഗത്തേക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽസ് ഉണ്ടെങ്കിൽ തന്നെ തിരക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഹോട്ടൽസിലൊക്കെ നല്ല തിരക്കായിരിക്കും, പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേര്യമംഗലം പാലം കയറി നേരെ ഇടുക്കി ജില്ലയിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. നമ്മുടെ ഈ നേര്യമംഗലം പാലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ കവാടം എന്നാണ് പറയുന്നത്. ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ എറണാകുളം ജില്ലയും അപ്പുറത്തെ സൈഡിൽ ഇടുക്കി ജില്ലയുമാണ്. നമ്മളീ പോകുന്ന വഴിക്കെല്ലാം മഴ നിർത്താണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴയാണ്. നിങ്ങൾ അടിമാലി മൂന്നാർ റൂട്ടിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കുക. കാരണം അടിമാലി മൂന്നാർ റോഡ് മെയിൻ്റനൻസ് നടക്കുന്ന കാരണം ഒത്തിരി ബ്ലോക്കാണ്. പലയിടങ്ങളിലും ഒത്തിരി വണ്ടികളൊക്കെ ബ്ലോക്കായി കിടക്കുന്ന കാണാം. പ്രത്യേകിച്ച് ഈ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ വണ്ടികൾ അധികമാണ്. അതുകൊണ്ട് കഴിയുന്ന നേരത്തെ ഇറങ്ങാൻ നോക്കുക. മൂന്നാർ ഈ സീസൺ ടൈം തിരക്കായതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പ് മാങ്കുളത്തേക്ക് പ്ലാൻ ചെയ്തത്. മാങ്കുളത്ത് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ട്രക്കിംഗ് ആണ് മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം. ട്രക്കിങ്ങും ഉണ്ടാവും, പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ എലിഫൻറ്റ് വാച്ചിങ്ങും. അത് രണ്ടുമാണ് മാങ്കുളത്തെ പ്രധാന കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ചീയപ്പാറ എത്തിയിട്ടുണ്ട്. ചീയപ്പാറയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം മൂന്നാറേക്ക് പോകുന്ന എല്ലാവരും ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ചീയപ്പാറയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നമുക്ക് തന്നെ കാണാൻ പറ്റും ഈ വീഡിയോ കൂടി. ഒത്തിരി വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ചാരികളും ഒത്തിരി ഇവിടെ നിന്നാണ് പോകുന്നത്. മൂന്നാറേക്ക് പോകുന്ന എല്ലാവരും ഇവിടെ ചീയപ്പാറയിൽ നിർത്തി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ മൂന്നാറേക്ക് തുടങ്ങുമ്പോൾ തന്നെയുള്ള മെയിനായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാനും ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെയും യാത്ര തുടങ്ങി. പോകുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളാണ്. നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മാങ്കുളത്തേക്ക് കയറുമ്പോൾ തന്നെ അരുവികളൊക്കെ കുത്തൊഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ മണ്ണും ചെളിയും കൂടി വെള്ളത്തിനൊക്കെ ഒരു ബ്രൗൺ കളറിലാണ് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ഭയങ്കര പവറിലാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുന്നവർ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇറങ്ങാൻ വേണ്ടി. കാരണം വെള്ളം എപ്പോഴാണ് കൂടുന്നതെന്നോ കുറയുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്ന വഴി ഇതുപോലത്തെ ഒരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് തേയില പ്ലാന്റേഷനാണ്. നമുക്കിവിടെ നിർത്തി ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഫോട്ടോ എടുക്കാം. അത്യാവശ്യം നല്ലൊരു സീനറിയാണ്. സമയമുള്ള പോലെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടവർക്ക് അതൊക്കെ ചെയ്യാം. ഈ തേയില പ്ലാന്റേഷൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിലേക്ക് അതിക്രമിച്ച് കടക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് അതോറിറ്റികൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ മാക്സിമം റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ പാലിച്ച് വേണം യാത്ര ചെയ്യാൻ വേണ്ടി. അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് മാങ്കുളത്തേക്ക് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിക്കൊക്കെ വീതി കുറഞ്ഞ റോഡാണ്. രണ്ട് വണ്ടി ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പാസ്സായി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള തരം റോഡാണ്. അതുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും സൂക്ഷിച്ചും കണ്ടും വണ്ടി ഓടിക്കുക. കാരണം വളവുകളിലൊക്കെ പതുക്കെ വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി. കാരണം വണ്ടി എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ മാങ്കുളത്ത് എത്തിക്കഴിഞ്ഞാലും നമുക്ക് ട്രക്കിങ്ങും കാര്യങ്ങളെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ആന വരുന്ന സമയം എന്ന് പറയുന്നത് വൈകിട്ടാണ്. ഇപ്പോൾ നമുക്ക് മാങ്കുളത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സമയമുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ആനക്കുളം എന്നാണ്. നമ്മൾ മാങ്കുളത്തേക്ക് പോകുന്ന വഴി മെയിനായിട്ട് റീൽസിലും വീഡിയോയിലൊക്കെ കാണുന്ന ആ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ KSRTCയുടെ വിനോദസഞ്ചാര പദ്ധതിയിൽ വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അടിമാലി ഡിപ്പോയിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നമ്മൾ മലക്കപ്പാറയൊക്കെ പോകുമ്പോൾ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് നമുക്ക് മലക്കപ്പാറയ്ക്ക് വണ്ടിയുള്ള പോലെ ഇവിടെ നിന്ന് ആനക്കുളത്തേക്കും വണ്ടിയുണ്ട്. നമുക്കിവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് ഒരു ചെക്ക് ഡാമിലേക്കാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ വേണ്ടി. കാരണം ജലനിരപ്പ് എപ്പോഴാണോ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആനക്കുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 കിലോമീറ്ററിനകത്തേ ദൂരം വരുന്നുള്ളൂ. അതുകൊണ്ട് ആനക്കുളത്ത് വരുന്നവർക്ക് സുഖമായിട്ട് വന്ന് കുളിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്.
നമുക്ക് തന്നെ കാണാൻ പറ്റും ഒത്തിരി ആൾക്കാർ ഇവിടെ ഈ സമയത്ത് തന്നെ കുളിക്കാനൊക്കെ വരുന്നുണ്ട്. നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഇവിടെ വരുന്നവർ ഇറങ്ങി കുളിക്കുന്നുണ്ട്. സേഫായിട്ട് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. കാരണം ഇപ്പോൾ ജലനിരപ്പ് വളരെ കുറവാണ്. അവിടെ നിന്ന് നമ്മൾ ആനക്കുളത്ത് നിന്ന് ഒരു 100 മീറ്റർ മുമ്പിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു പള്ളി കാണാൻ പറ്റും. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ആനക്കുളത്ത് അങ്ങനെ പ്രത്യേകിച്ച് നല്ല ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകണമായിരിക്കും നല്ലത്. ഒത്തിരി നല്ല ഫുഡൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഇവിടെ ഉള്ളതിൽ വെച്ച് നീറ്റായിട്ടുള്ളൊരു ഫുഡ് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് തടി കയറ്റുന്നത് കാണാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മെയിനൊരു ആദായം എന്ന് പറയുന്നത് ഈ തടി ബിസിനസ്സാണ്. ഈ മഴയായതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കഷ്ടപ്പെട്ടാണ് ഈ ലോറിയിലേക്ക് മുഴുവൻ കയറ്റുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിഞ്ഞ് ആനക്കുളത്തേക്ക് എത്തി. ഇതാണ് ആന വന്ന് വെള്ളം കുടിക്കാറുള്ള സ്പോട്ട്. നമുക്ക് ഇപ്പോൾ നിലവിൽ ആനയൊന്നും വന്നിട്ടില്ല, കാരണം ഇതൊരു ഉച്ച സമയമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ പുറകുവശത്തായിട്ട് കാണുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി പേര് ആനേനെ വാച്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ 25 രൂപ ടിക്കറ്റ് ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പം ടിക്കറ്റൊന്നും എടുക്കാണ്ട് ആൾക്കാർ അവിടെ കയറി നിൽക്കുന്ന നമുക്ക് കാണാം. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ജീപ്പ് ട്രക്കിങ്ങിലേക്കാണ്. ജീപ്പ് ട്രക്കിംഗ് ആണ് ഇവിടുത്തെ ഒരു നമ്പർ 1 എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത്. ജീപ്പ് ട്രക്കിങ്ങിന് പോകുമ്പോൾ പല ജീപ്പുകാരും പല സ്ഥലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ചിലവർ എല്ലായിടത്തും നിർത്തും, ചിലവർ എല്ലാ സ്ഥലങ്ങളിലും നിർത്തൂല. നമ്മൾ ആദ്യം പോകുന്നത് പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടെ നിന്ന് ഇതുപോലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ് എടുത്ത് വേണം നമ്മളങ്ങോട്ട് പോകാൻ വേണ്ടി. ഇപ്പോൾ വെള്ളം നല്ല രീതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഇവിടെ വെറും പാറ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം നല്ല ശക്തിയിൽ ഒഴുകുന്നുണ്ട്. വെള്ളത്തിൻ്റെ കളർ ഉണ്ടാകാൻ തന്നെ അറിയാം എന്തോരം പ്രഷറിലാണ് വെള്ളം വരുന്നതെന്ന്. ചെളിയും മണ്ണും കൂടി നിറഞ്ഞാൽ ഒരു കളറിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോകേണ്ടി വരും. കാരണം ഇവിടെ നമുക്ക് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ജീപ്പ് ഇറങ്ങി അവിടെ നിന്ന് ഒരു 50 മീറ്റർ മുമ്പിലേക്ക് കടന്നാൽ തന്നെ ഈ വ്യൂ പോയിൻ്റ് എത്താൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വരുമ്പോൾ മേളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇങ്ങോട്ടേക്കുള്ള പുതിയ പാലവും പഴയ പാലവും നമുക്ക് കാണാൻ പറ്റും. പാലത്തിൻ്റെ അടിയിൽ കൂടി ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാം. ഇവിടെ ഫുള്ള് മഹീന്ദ്ര ജീപ്പിൻ്റെ കളിയാണ്. കാരണം വേറെ ഇങ്ങോട്ട് വണ്ടികളൊന്നും വരത്തില്ല. കാരണം ജീപ്പിന് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന റോഡാണ് ഇവിടെ. കാരണം റോഡ് ഭയങ്കര മോശമാണ്. നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് റിസ്ക് ആണ്. കാരണം ടയർ പൊട്ടാനും പഞ്ചറാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓഫ് റോഡ് ജീപ്പ് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഓഫ് റോഡ് ജീപ്പ് വന്നിട്ട് നമ്മൾ പിന്നെയും കാട്ടിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ആദ്യം കുറച്ച് ദൂരം നല്ല ടാറിട്ട റോഡൊക്കെയാണ്. അത് കഴിഞ്ഞ് മെല്ലെ നമ്മൾ പതുക്കെ കാട്ടിലേക്ക് കയറാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ട് ഒത്തിരി ജീപ്പുകൾ വരുന്നതും പോകുന്നതൊക്കെ നമുക്ക് കാണാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മാങ്കുളം വരുമ്പോൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് വരിക എന്തായാലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ. പിന്നെ പ്രായമായ ആൾക്കാരും ഗർഭിണികളൊക്കെ വരുമ്പോൾ ഇത്തിരി സൂക്ഷിക്കുക. കാരണം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഓഫ് റോഡാണ്. നല്ല രീതിക്ക് വണ്ടി ഇളകി മറിഞ്ഞാണ് ഇതുവഴി പോകുന്നത്. നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ നിർത്തിയ ആ പള്ളിയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്ത് ടോപ്പിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ പള്ളിയുടെ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് ആദിവാസികൾ നടത്തുന്ന ഒരു കടയാണിത്. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും തേനോ കാര്യങ്ങളോ ഒക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. ഒരു ചെറിയ കടയാണ്. അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ ഇവർ കുളിക്കുന്ന ഒരു സ്ഥലവും ഒരു പാലവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി പോകുമ്പോൾ റിവർ ക്രോസിംഗ് ഉണ്ട്. റിവർ ക്രോസിംഗ് വീഡിയോ എടുക്കേണ്ടവർക്ക് വേണ്ടി ജീപ്പുകാർ സൗകര്യം ചെയ്തൊക്കെ തരും. നമുക്ക് ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ അതൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ഇറങ്ങി നിന്ന് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാം ഇവിടെ നിന്ന്. ഇതുവഴി ജീപ്പ് ഇങ്ങനെ പാസ്സായി വരുന്നതൊക്കെ കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ജീപ്പ് ഫെയർ വരുന്നത് പല രീതിക്കാണ്. പല ജീപ്പുകാരും പല എമൗണ്ട് വെച്ചാണ് വാങ്ങിക്കുന്നത്. അത് എത്രയ്ക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത് 2500 രൂപയാണ്. ഞങ്ങൾ 7 പേരാണ് ഒരു ജീപ്പിലുണ്ടായിരുന്നത്. നമ്മൾ 7 പേരല്ല 10 പേരൊക്കെ വരെ ഒരു ജീപ്പിൽ കയറും. മേജറിൻ്റെ ജീപ്പും കമാൻഡർ ജീപ്പും ഉണ്ട്. മേജർ ജീപ്പാണെങ്കിൽ കുറച്ചുകൂടി ആൾ കുറവേ കയറത്തുള്ളൂ. കഴിയുന്ന കമാൻഡർ ജീപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി പേര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. നമ്മൾ ഈ ഓഫ് റോഡ് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ 2500 അല്ല 3000 രൂപ എടുത്താലും നമുക്കത് വെർത്ത് തന്നെയാണ്. കാരണം അത്യാവശ്യം ഒത്തിരി എമൗണ്ട് ഇവർക്ക് ഡീസലിന് വേണ്ടി തന്നെ ചിലവാകും.
പിന്നെ ഈ വണ്ടി ഇത്ര ഓഫ് റോഡ് പോകുന്നതുകൊണ്ട് തന്നെ മെയിൻ്റനൻസും കാര്യങ്ങളും അതും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഈ 2500 രൂപ എമൗണ്ട് കൊടുത്താലും നമുക്കതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പുറകിൽ വരുന്ന ജീപ്പാണ് നമ്മളീ കാണുന്നത്. നിങ്ങൾ ഓഫ് റോഡ് എക്സ്പീരിയൻസിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സീസൺ നോക്കി വരേണ്ട ആവശ്യമില്ല. കാരണം എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ഫെസിലിറ്റിയോട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് താല്പര്യമുള്ളവരാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ വരാം. നമ്മൾ പോകുന്ന വഴിക്ക് ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ഡ്രൈവർമാർ പറയുന്നത്. പക്ഷേ ഞാൻ പോയിട്ട് ഇവിടെ ഇതുവരെ ആനേനെ കണ്ടിട്ടില്ല. 2 തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. 2 തവണ എനിക്ക് ആനേനെ കാണാൻ പറ്റിയിട്ടില്ല. പോകുന്ന വഴിക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ പോയ വഴി ഒരു റോഡ് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 33 തട്ട് വെള്ളച്ചാട്ടത്തിലേക്കും ഒരു തൂക്കുപാലമുണ്ട്. അങ്ങോട്ടും നമുക്ക് എൻട്രൻസ് ഇല്ലായിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നാൾക്കുള്ളിൽ പണി കഴിയുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 33 തട്ടെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ നമുക്ക് കുളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ അവിടെ മെയിൻ്റനൻസ് കിടക്കുന്ന കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു റൂട്ട് കറങ്ങിയാണ് ഇത്തവണ പോയത്. ഈ പോകുന്ന ഓഫ് റോഡ് ജീപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഈ ഓഫ് റോഡിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. കാരണം ഇതിൻ്റെ ടയറും സസ്പെൻഷനും ഒക്കെ അതിന് വേണ്ടി തന്നെ ഇവരൊത്തിരി കാശ് ഈ വണ്ടിയിൽ മുടക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ നേരെ ചെന്ന് നിൽക്കുന്ന ഇതുപോലത്തെ ഒരു ചെറിയൊരു പാലത്തിലാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ ജീപ്പുകാരും നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെയാണ് ഇവരുടെ ഒരു റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇനി ആനക്കുളത്തേക്കാണ് ഇതിൻ്റെ ഫൈനൽ സ്പോട്ട്. ഇവിടെ ആദിവാസികൾ ഇതുപോലെ ഫുഡും കപ്പയൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മളങ്ങനെ ഒരു 1.5 മണിക്കൂർ ഓഫ് റോഡ് കഴിഞ്ഞ് നേരെ ഇപ്പോൾ വന്ന് ആനക്കുളത്തേക്കാണ് കയറുന്നത്. നമ്മളൊരു ഈവനിങ് ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനക്കുളത്ത് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്താണ് ഇവിടെ ആന ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് നമുക്കിവിടെ കാണാം. ആൾക്കാരൊക്കെ ആനേനെ വാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ആ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആന വന്നു. ആന വരുമ്പോഴേക്കും നമുക്ക് ഗ്രൗണ്ടിൽ അങ്ങനെ ആൾക്കാരെ നിർത്തത്തില്ല. എല്ലാവരെയും ഇവിടെ റോട്ടിലേക്ക് കയറ്റും. അതുകൊണ്ട് തന്നെയാണ് സൂം ചെയ്തെടുത്ത വീഡിയോ ആണിത്. നമുക്കിവിടെ നിന്ന് ലൈവായിട്ട് കാട്ടാനകൾ വന്ന് വെള്ളം കുടിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിവിടെ ഫോറസ്റ്റുകാർ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ട് സേഫായിട്ട് നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ ശ്രമിക്കുക. ഈ ആനക്കുളത്ത് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ എലിഫൻറ്റിൻ്റെ ഈ ഒരു സംഭവം തന്നെയാണ്. കാരണം ഈ ആനകൾ ഒത്തിരി ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് ഈ വെള്ളത്തിനൊരു ലവണാംശം ഉള്ളതാണ്. അതുകൊണ്ടാണ് കാരണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഇതൊരു ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാഴ്ച തന്നെയാണ്. നമുക്ക് കേരളത്തിലെന്നല്ല വേറെ ഏതൊരു സ്പോട്ടിൽ പോയാലും നമുക്ക് ഇതുപോലത്തെ ഒരു കാഴ്ച കാണാൻ പറ്റത്തില്ല. ആനകൾ വന്ന് വെള്ളം കുടിക്കുന്ന ഇത്ര അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ആനക്കുളം എന്നുള്ള പേര് വന്നിരിക്കുന്നത് തന്നെ. മെയിനായിട്ട് ആനകളാണ് ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത്. വേറെ മൃഗങ്ങളെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ ഒരു ഏരിയയിൽ മെയിനായിട്ട് ആനകളാണ് ഏറ്റവും കൂടുതലുള്ളത്. കഴിയുന്നത് നമുക്ക് വരുവാണെങ്കിൽ ആനേനെ കാണാനുള്ള ചാൻസ് 99% ഇവിടെ ഉണ്ട്. 1% നിർഭാഗ്യവശാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. അത് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ആനകൾ വരാൻ ചാൻസ് കുറവാണ്. കാരണം ആനകൾക്ക് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കിട്ടുന്നതുകൊണ്ട് ഇവിടെ വന്ന് ആന കുടിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെ കാണാനുള്ള ചാൻസ് 50-50 ആണ്. മഴക്കാല യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ആനക്കുളം എന്ന് പറയുന്നത്. ആനക്കുളം വരുന്ന വഴിക്ക് നിങ്ങൾക്ക് മാങ്കുളവും കയറിപ്പോവാം. ഈ 2 സ്പോട്ടും അടുത്തടുത്താണ്. ഏകദേശം ഒത്തിരി കാണാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ ഈ ആനക്കുളത്തുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവരാണെങ്കിൽ സൂക്ഷിച്ചും കണ്ട് യാത്ര ചെയ്യുക. കാരണം മഴക്കാലമാണ്. വെള്ളത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ ഏറ്റവും നന്നായിട്ട് സൂക്ഷിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.